ചാർലി 777 മൂവി കാണാത്തവരായിട്ട് ആരുമില്ലല്ലേ? ഇത് അതുപോലെ ഒരു ചാർലിയാണെന്ന് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് അബിയുടെയും ചാർലിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എവിടെ നിന്നാണ് ഫസ്റ്റ് ടൈം ചാർലിനെ കിട്ടുന്നത്? എനിക്ക് ചാർലിനെ കിട്ടുന്നത് മുംബൈയിൽ നിന്നാണ്. ട്രിപ്പ് പോയപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിയതാണ്. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ കൂടെ കൂട്ടണം എന്ന് തോന്നാനൊരു അങ്ങനെ തോന്നി. കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഞാൻ വഴിയിൽ ഇങ്ങനെ ഡോഗ്സിനൊക്കെ ഭക്ഷണം കൊടുക്കായിരുന്നു, ബിസ്ക്കറ്റൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ചാർലിക്കും കൊടുത്തു. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചോദിച്ചു, അങ്ങനെ അഭിപ്രായം ചോദിച്ചു എല്ലാവരോടും. എല്ലാവരും തന്നെ കൂട്ടണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കൂടെ കൂട്ടി. അപ്പോൾ ഫസ്റ്റ് ഇത്ര ഉണ്ടായിരുന്നില്ല, വളരെ കുഞ്ഞായിരുന്നു. ഏകദേശം 1 മാസം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എത്ര കാലമായി ചാർലി കൂടെ? ഇപ്പം ഏകദേശം 10 മാസം കഴിഞ്ഞു കൂടെ. അപ്പോൾ ചാർലിനെ കിട്ടിയതും ഇതുവരെയുള്ള ഒരു വിശേഷം ഒന്ന് പങ്കുവെക്കോ, അതിനുശേഷമുള്ള ലൈഫിനെ കുറിച്ച്? ചാർലിനെ കിട്ടിയത് മുംബൈയിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ യാത്രയിൽ ചാർലി ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ 10 മാസത്തിന് മുകളിലായി ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവിടുന്ന് കാശ്മീരിലെ എല്ലാം പോയിട്ട് ഇപ്പോഴാണ് കേരളത്തിലോട്ട് തിരിച്ചു വന്നത്. ഇടയിൽ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്യാൻ പറ്റി നമുക്ക്. അതുപോലെ തന്നെ കൂടുതൽ ചാർലി വന്നതോടുകൂടി കൂടുതൽ പേര് അറിയപ്പെടാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് ചാർലിനെ മുംബൈയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതാണ്ട് ഗുജറാത്തിലോട്ടാണ് പോയത് അടുത്തത്. അപ്പോൾ ഒക്കെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമായിരുന്നു. അവിടെ ഭയങ്കര ഗുജറാത്ത് കഴിഞ്ഞ് പിന്നെ രാജസ്ഥാനൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ചൂട് കൂടുതലാണ്. അപ്പോൾ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ഓവറായിട്ട് ഈ തുണിയൊക്കെ നനച്ചിട്ട് കൊടുത്തിട്ടൊക്കെ ആയിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ചൂടായിരുന്നു. രാവിലെ ഏകദേശം ഒരു 7 മണി തൊട്ട് രാത്രി 7 മണി 8 മണി വരെയൊക്കെ ഞാൻ പോകുന്ന ടൈമിൽ രാജസ്ഥാനിലൊക്കെ വെയിലായിരുന്നു. പകല് കൂടുതൽ, രാത്രി കുറവൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെയൊക്കെ അങ്ങനെ കുറേ ചൂടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാശ്മീരിലേക്ക് പോയത്. അവിടെ പിന്നെ തണുപ്പായിരുന്നു. അടുത്ത പെട്ടെന്ന് ക്ലൈമറ്റ് മാറി. ബുദ്ധിമുട്ട് തണുപ്പുണ്ട്. കാശ്മീർ കഴിഞ്ഞ് ലേയിലൊക്കെ പോകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് തണുപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ചാർലിക്ക് ജാക്കറ്റൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ചു തന്നു. അവിടെ ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ചാർലിക്ക് ജാക്കറ്റ് ഫാൻസ് ഉണ്ടല്ലോ, ഓരോ സ്ഥലത്തും ആളുകൾ കാണാൻ വരും. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന കാരണം എല്ലാവർക്കും അറിയാമായിരുന്നു ഇന്ന സ്ഥലത്ത് ഇത്ര ദിവസമൊക്കെ എത്തും എന്നുള്ളത്. അങ്ങനെ ചാർലിനെ കാണാൻ വരും. അങ്ങനെ ഒരുപാട് ഹെൽപ്പ് നമുക്ക് കിട്ടി എല്ലാ സ്ഥലത്തും. കാശ്മീരിൽ നിന്ന് പിന്നെ കേരളത്തിൽ അല്ല, കാശ്മീരിൽ നിന്ന് ഞാൻ ലേ പോയിട്ട് അവിടുന്ന് പിന്നെ മണാലി വന്നിട്ട് ഡൽഹി വന്നിട്ട് പിന്നെ ഞാൻ കേരളത്തിലോട്ട് വരുവായിരുന്നു. പീരീഡ്സ് ആയല്ലോ, പീരീഡ്സ് ആയപ്പോൾ ഉള്ള ഒരു അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്തത്? അത് പീരീഡ്സ് ആയത് ഏകദേശം ബാംഗ്ലൂർ എത്തിയപ്പോഴായിരുന്നു. അപ്പം ചാർലി ഇങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ വലിയ ആക്റ്റീവ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ചാർലി ആകെ സൈഡായ ഒരവസ്ഥ. എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ചെയ്തത്, എന്താ പ്രശ്നം എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ പീരീഡ്സ് ആയതാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡിയാവുമെന്ന് പറഞ്ഞു. പിന്നെ അന്ന് ചാർലി ഇങ്ങനെ ഒതുങ്ങി കിടക്കുമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആദ്യം കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു, എന്താ സംഭവം അറിയാതെ. ആദ്യമായിട്ടാണ് ഇങ്ങനെ അടങ്ങി കിടക്കുന്നായിരുന്നു. ഇല്ല, അപ്പോൾ ഇങ്ങനെ ആളാ. അപ്പോൾ ചാർലിനെ പറ്റി ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്താ പറയാ? ഒരൊറ്റ വാക്ക്. ചാർലി യാത്രയിൽ മൊത്തത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ വന്ന ഒരാളാണ്. അതായത് ഇപ്പം പല സാഹചര്യം ഉണ്ടായിരുന്നു നമുക്ക്. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ക്ലൈമറ്റ്, പിന്നെ കിടക്കുന്ന സ്ഥലം, അങ്ങനെയൊന്നും യാതൊരു വിഷയമില്ല. ഞാൻ ഇല്ലാണ്ട് ഒരു നിമിഷം പോലും നിൽക്കില്ല. ഇപ്പോൾ ഞാൻ മാറിക്കഴിഞ്ഞാൽ ആളാകെ സൈലന്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കും. ഞാനുള്ളപ്പോൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കും. അങ്ങനെ ഒരു ഇതാണ്. ഇപ്പം ഞാൻ പോയി കഴിയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇപ്പം കൂടെ കൂട്ടിയതിന് ശേഷം വിട്ടു നിന്നുണ്ട്? ഇല്ല, വിട്ടു നിന്നിട്ടായിട്ട് 1 വർഷത്തിനടുത്തായിട്ട് നമ്മൾ എപ്പോഴും ഒരുമിച്ച് ഇതുവരെയും വിട്ടു നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് വല്ല കടയിലേക്കോ എന്തെങ്കിലും സാധനം വാങ്ങാനോ പോകുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഈ ഫേസ് റിവീൽ ചെയ്യാത്തത് എന്താണ്? ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ കാണണമെന്നല്ല, അതെന്താ ഫേസ് റിവീൽ ചെയ്യാത്തത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കുക, അതിന് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. എന്നാലും എന്തായാലും ഫേസ് കാണിക്കാതെ ചെയ്യണം എന്നുള്ളതിനൊരു അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരെയും കറക്റ്റായിട്ട് കാണിക്കാം. പിന്നെ
മുഖം അങ്ങനെ ഞാൻ എവിടെയും കാണിച്ചില്ല, തുടക്കം കാണിച്ചിട്ടില്ല. കാണാൻ ഇഷ്ടമുണ്ടാവും, റിവീൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇപ്പൊ അടുത്ത്? അതിപ്പോ എനിക്ക് ഞാൻ ചിലപ്പോ വീട്ടിലെത്തിയിട്ട് ചിലപ്പോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ചാർലിന്റെ ഫാൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഒരുപാട് ആളുകളുണ്ട്. ഫസ്റ്റിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. അപ്പം ഒരുപാട് പേര് എപ്പോഴും വിളിക്കും, പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ പേഴ്സണലി അറിയത്ത് പോലും ഇല്ല ശരിക്കും അറിയുകയാണെങ്കിൽ, നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടുള്ള പരിചയമാണ്. എങ്കിലും അവർ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ അങ്ങനത്തെ പോലെയാണ് എല്ലാവരും. പിന്നെ ഡെയിലി വിളിക്കും, ഒരുപാട് സംസാരിക്കും. ചാർലിനെ കാണാനായിട്ട് ഒരുപാട് പേരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മുടെ ചാർലിയുടെ അബിയുടെ ഒരു ഫ്രണ്ടാണ്. നമ്മൾ പേരെന്താ? പ്രിൻസി. അപ്പൊ എങ്ങനെയാണ് അബീനെ ഫസ്റ്റ് ടൈം കാണുന്നത്? എങ്ങനെയാ? അബീനെ ഫസ്റ്റ് ടൈം ആക്ച്വലി ഒരു 3 years മുന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കളമശ്ശേരി ഹൈവേയിൽ ഞാൻ ഇവൻ ഒറ്റയ്ക്ക് സൈക്കിളാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞു കണ്ണൂർ ടു എങ്ങോട്ടെങ്കിലും എന്ന് എഴുതിയൊരു ബോർഡും ഇവനും സൈക്കിളും. അപ്പം ഞാൻ നോക്കിയപ്പം ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ പരിചയപ്പെട്ട് ഇപ്പോൾ ഈ 3 years ആയിട്ട് ഇന്ന് വീണ്ടും കാണാനിടയായി ചാർലിന്റെ കൂടെ. 3 yearsന് ശേഷം ഇപ്പോഴാണോ കാണുന്നത്? യെസ്, 3 yearsന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ അവൻ ഒരിക്കൽ വന്നു. അന്ന് ഇവൻ ഇങ്ങനെ ഒരു യാത്രയെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ കൂടെ ഒരാൾ. അപ്പൊ നമ്മുടെ ചാർലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചാർലി കളറല്ലേ. ചാർലി ആക്ച്വലി ഞാനത് ഇവൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ചാർലി നിന്റെ ലക്കി ചാമാണ്. ബിക്കോസ് ചാർലിനെ കണ്ടുമുട്ടുന്നവരെ അവൻ്റെ വ്യൂസ് ആയാലും എല്ലാം ഭയങ്കര നോർമൽ, നമ്മൾ കാഷ്വലി പോകുന്നുള്ളായിരുന്നു. പക്ഷെ ചാർലി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവനോട് പറഞ്ഞു, എല്ലാ മനുഷ്യരെയും വീക്ക് പോയിന്റിലാണ് നീ ടച്ച് ചെയ്തേക്കണം, അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാർലി ഞാനുമായിട്ട് പിന്നെ പെട്ടെന്ന് കൂട്ടായി. 3 days ആയിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ഫുഡ് കൊടുക്കുന്നതൊക്കെ ഞാനാ. അപ്പൊ എന്നോട് ഭയങ്കര കൂട്ടായി, എൻ്റെ അടുത്ത് വരുന്നത് സമയമാവുക. അപ്പൊ ഇത് അവിടെ വെച്ച് നമുക്ക് ചാർലിയുടെ ഒരു ഫാനിനെ കിട്ടിയിട്ടുണ്ട്. ഇത് ചാർലിനെ കാണാനായിട്ട് വന്നാണല്ലേ? അതെ. എന്ന് മുതലാണ് ചാർലിന്റെ ഒരു? ഞാൻ ഇൻസ്റ്റയില് വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങി ട്രാവൽ ചെയ്യണത്. അപ്പൊ നോക്കിയപ്പോ ചാർലിനെ കെയർ ചെയ്യണേയും എല്ലാം കണ്ടപ്പോഴേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങ് നോക്കാറുണ്ട്, ചാർലിക്ക് ഫുഡ് കൊടുക്കണത്, ആൾക്കാരുടെ ഫാൻസ് ഒക്കെ ആവണതൊക്കെ അങ്ങനെ. അപ്പോ ഇവിടെ ചാർലി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടിപ്പോ ഞാൻ ഇപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് വരും. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്കും ഓക്കെ ചാർലി ആണല്ലോ അത്. അപ്പൊ ഓടിച്ചാടി വന്നാണല്ലേ ചാർലിനെ കാണാൻ? വണ്ടി പിടിച്ചാണ്, ഞാനാണ് സൈഡ് ഒതുക്കിയത്. അപ്പൊ സൈക്കിളിലാണോ ഇത്രയും യാത്ര ചെയ്തോ? ചാർലിനെ കൊണ്ട് പോയതൊക്കെ സൈക്കിൾ വെച്ച്? അതെ, സൈക്കിളിലാണ് യാത്ര ഇതുവരെ ഇത്രയും ദൂരം പോയതൊക്കെ. ചാർലിക്കായിട്ട് ഒരു ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ സൈക്കിളിന്റെ ബാക്കിൽ. അപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് അത്. ഞാൻ ശരിക്കും ആക്കിയത് ചാർലിനെ കിട്ടുന്നതിന് മുമ്പ് തന്നെ സൈക്കിളിന്റെ പുറകിൽ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് യാത്ര ഇറങ്ങിയ സമയത്ത് സേവ് ദി എർത്ത് എന്നുള്ളൊരു മെസ്സേജില്, അതെന്താണ് സംഭവം? അതെന്താന്ന് വെച്ചാൽ നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പ്ലാസ്റ്റിക്കിന് എഗെയിൻസ്റ്റ്. അപ്പൊ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ ഈ വഴിയിലൊക്കെ, അതൊക്കെ ഈ ഒരു ബോക്സിൽ കളക്ട് ചെയ്തിട്ട് ബോട്ടിൽ ബൂത്ത് ഉണ്ടാവുമല്ലോ റോഡ് സൈഡിലൊക്കെ, അതിലേക്ക് നിക്ഷേപിക്കും. അങ്ങനെ ഒരു സന്ദേശം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനിടയിലാണ് എനിക്ക് ചാർലിനെ കിട്ടിയത്. പിന്നീട് അത് ചാർലിയുടെ വീടായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു വീഡിയോ കണ്ടല്ലോ, ഒരു ഇല കഴിച്ചിട്ട് ചാർലി ഓടി നടക്കണം, അതിനെ കുറിച്ച് എന്താ? മറ്റേ കഞ്ചാവിന്റെ ആണോ? അതന്നെ. അത് അവിടെയൊക്കെ നോർത്തിലോട്ടൊക്കെ നമ്മുടെ സാധാ പാടത്തിലൊക്കെ ഇങ്ങനെ കഞ്ചാവ് ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അപ്പം അറിയാണ്ട് പോയി അത് ചുമ്മാ നമ്മുടെ സൈഡിൽ നിൽക്കുമ്പോൾ ചാർലി പോയി കടിച്ച ഒരു വീഡിയോ ഞാൻ ചുമ്മാ പോസ്റ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ചാർലിയുടെ അബിയുടെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചത് നമ്മൾ കൂടെ നിന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.